ചേച്ചി, ആ പാട്ട് പാടിയ ആള് ചേച്ചിനെ പോലെയാ, കണ്ണ് കാണില്ല. മണി, ആ പെൺകുട്ടി നമ്മുടെ മുന്നിലുണ്ടല്ലേ? ഏത്? നിനക്കിങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. ഈശ്വരൻ ഞങ്ങൾക്ക് തന്നൊരു കഴിവാ. മണി, നമുക്ക് ഇവിടുന്ന് മാറിയിരുന്നാലോ? നമ്മളെന്തിനാ മാറണത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ വെറുതെ ഇരിക്കണല്ലേ. ആ, തെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്ത്? എടാ, അവളുടെ ചെയിൻ നിന്റെ കയ്യിലല്ലേ? ചേച്ചി, ആ പാട്ടുകാരൻ ചേച്ചിയുടെ പിറകിലുണ്ട്. പരിചയപ്പെടണോ? വേണ്ട, നമുക്ക് പോവാം. ആ, അവള് പോവല്ലേ? നോക്കുമ്പോ ഹലോ, കല്യാണി ഉണ്ടോ? ഓക്കെ. കല്യാണി. യെസ്, അതെ. ആരാ? ഹായ് കല്യാണി, ഞാൻ രാജീവാണ്. രാജീവ്? മനസ്സിലായില്ലേ? ശ്രുതിയുടെ കസിൻ. ഓ സോറി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നേരിട്ടൊന്ന് കാണണം. ഓക്കെ, ഞാൻ ഷോപ്പിലുണ്ടല്ലോ. ഷോപ്പിൽ വെച്ച് വേണ്ട, വീട്ടിൽ പോണ വഴി ബീച്ചിൽ വെച്ചൊരു 10 മിനിറ്റ്. എന്താ രാജീവ്, കാര്യം പറഞ്ഞോളൂ. നേരിട്ട് പറയാം. ഓക്കെ. ഗുഡ് ഈവനിങ് കല്യാണി. ഗുഡ് ഈവനിങ്. ഷാർപ്പ് ടൈമാണല്ലോ. ചേച്ചിയല്ലല്ലോ അങ്ങനെയാ, പങ്ക്ച്വാലിറ്റി പക്കയാ. ഓ വെരി ഗുഡ്. ചേച്ചി വിളിച്ചാ മതി, ഞാൻ കാറിലുണ്ടാവും. എന്താ പറയാനുള്ളത് രാജീവ്? എനിക്ക് കല്യാണിയെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കല്യാണി ഒന്നും പറഞ്ഞില്ല. എന്നെ പോലെ കുറവുകളുള്ള ഒരു കുട്ടിയെ രാജീവിന്റെ പാരന്റ്സ് സ്വീകരിക്കോ? അത് എനിക്ക് വിട്ടേക്ക്. എനിക്ക് ആദ്യം വേണ്ടത് കല്യാണിയുടെ സമ്മത. ചിറ്റേരെ ചെക്കനെ ഞാൻ കണ്ടുട്ടാ. ആഹാ, എങ്ങനെയുണ്ട് കാണാൻ? ചുള്ളനാ. ഇപ്പൊ എത്ര അറിഞ്ഞാ മതി. രാജീവിന്റെ ബാംഗ്ലൂർ ബിസിനസ് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ? അല്ല, അവിടെ ഭംഗിയായിട്ടാ പോകുന്നത്. നാട്ടിലേക്ക് മാറ്റിയാ ചിലപ്പോ. ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എല്ലാവർക്കും കല്യാണിനെ പിരിയാൻ വിഷമാണെന്നറിയാം. ബാംഗ്ലൂര് എല്ലാ മാസവും 10-15 ദിവസം ഞാൻ ഉണ്ടാവാറുള്ളൂ. ആ സമയത്ത് കല്യാണി ഇവിടെ നിന്നോട്ടെ. അത് നന്നായി. കല്യാണിക്ക് കൂട്ടിന് എപ്പോഴും ഒരാള് വേണം. ഇവിടെ ആവുമ്പോ മീനാക്ഷി ഉണ്ടാവും. രാജീവ് പറഞ്ഞ പോലെ ഇവൻ ബാംഗ്ലൂർ പോകുമ്പോ കല്യാണി ഇവിടെ തന്നെ നിന്നോട്ടെ. അധികം ദൂരമൊന്നും ഇല്ലല്ലോ. കാണണമെന്ന് തോന്നുമ്പോഴേ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കാണാലോ. ആ, എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാല്ലേ? പിന്നെന്താ ലക്ഷ്മി, അമ്മയോടും കല്യാണോടും വന്നോളാൻ പറയൂ. ഇതാ മോള്. ചേച്ചി, രാജീവേട്ടൻ്റെ അമ്മ.
പാവനമീലാളനമറിയാ എടാ കടയുടെ വാതിക്കൽ കിടത്തിണ്ടി നമ്മളോട് എന്താ ചോദിക്കാൻ പോണെന്നറിയാമോ? ഇന്ന് പരിപാടിയൊന്നും ഇല്ലേന്ന്. എടാ ഇങ്ങനെ ആയാലും എങ്ങനെ പറ്റു കുറേ മധു ഇരുന്ന് കുടിക്കടാ. ഇരുന്നോളാം. ആഹാ ദേവ പരിപാടിയൊന്നുമില്ലേ? 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ദേവ എത്ര നാളാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്? അബുക്ക 3 പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടയും. ശരി. നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ അല്ലേ അബൂക്ക? അല്ലടാ അകട്ടിയത് ഞാൻ കറന്ന് തരാം. എന്റെ അബൂക്ക നിങ്ങള് വെള്ളം തന്നപ്പോലെ പാലിന്റെ രുചിയാണ്. അത് ഗ്ലാസ് കഴിഞ്ഞിട്ടല്ലേ? ദേവാ നിന്റെ പാട്ട് കേൾക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. ആ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. അതിനെന്താ അബുക്ക, ഇക്കാക്ക് വേണ്ടി 2 വരെ ഞാൻ ഇപ്പൊ പാടും. ആണോ? എന്നാ എങ്കിൽ 2 വേണ്ട, ഫുൾ ആയിക്കോട്ടെ. ഈ ചായക്കടയിലെ പാട്ടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു. നിങ്ങൾ തകർക്കേ. ദേവാ നീ വെച്ചു പിടിച്ചോടാ. അതെ പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലു പൊക്കോ. പണിയാ ഒരു യാത്ര പോണല്ലേ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ. കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ. പോയാക്കരുത് കേട്ടോ. ഇപ്പൊ വരാവേ. ഇതേപോലത്തെ ഒരുത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്നും പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാ മണിച്ചേട്ടാ. ആ നീ കിന്നാനം പറഞ്ഞ് നിക്കണേ. മാവ് ഒഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഇപ്പൊ ആരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ആ ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. വേണ്ട, ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ. ആ ഇത് മണിക്ക്. അല്ലിതാ നിങ്ങൾ കുഴക്കട ഒരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാണ്ടല്ലോ ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണം. എനിക്ക് വേണ്ടെന്നേ. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ വന്നേടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തയുടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തയുടെ സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ ചെല്ല്. അപ്പൊ എന്തു ഞാൻ കൂടി പപ്പടം കാച്ചു. പപ്പടങ്ങൾ